ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലപ്പുറംകാരുടെ സ്പെഷ്യലായിട്ടുള്ള പാൽവായ്ക്കയാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നോമ്പുതുറ വിഭവം കൂടിയാണ് കേട്ടോ നമ്മുടെ പാൽവായ്ക്ക. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാബൂനരി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. സാബൂദാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 3 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളൊരു 3/4 കപ്പോളം സാബൂനരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നടുവേ കീറിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളൊരു 3 പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടിത് പഴം നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പഴം വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽവായ്ക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ പഴമൊക്കെ വെന്തിട്ട് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മുടെ പാൽവായ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽവായ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാർ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതുവരേക്കും താങ്ക് യു.